നല്ല പയ്യൻ എന്ന് പറയുമല്ലോ. അപ്പൊ അടുത്ത ചോദ്യം വരുന്നത് ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ശരത്ത് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയൂ. എല്ലാവരും കുറെ പേർക്ക് അങ്ങനെ എന്റെ ചേട്ടന്റെ മക്കളും ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് നിറച്ചും നീസും നെഫ്യൂസും ഉണ്ട് എന്റെ വീട്ടില്. അപ്പോ ഈ പുതിയ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഫോളോവേഴ്സിനൊക്കെ ചിലപ്പോൾ തോന്നും അത് എന്റെ കുട്ടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും അതെന്റെ നീസാണ്. അപ്പൊ നീസ് എന്ന് എഴുതി ഞാൻ ഒരു #ഇട്ട് വെക്കും എല്ലാത്തിലും. അപ്പൊ അവര് വിചാരിക്കും നൈസ് എന്നാന്ന്. അപ്പൊ ഈ ഇടയില് കുറച്ചു പേര് ഇങ്ങനെ ചോദിച്ചു, കൊച്ചുങ്ങളുടെ പടം മാത്രമേ ഉള്ളല്ലോ, ഭാര്യയുടെ ഫോട്ടോ ഇല്ലല്ലോ, വീഡിയോ ഒന്നും കാണാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇന്നേ വരെ കല്യാണം കഴിച്ചിട്ടില്ല. മറന്നുപോയി കല്യാണം കഴിക്കാൻ. എന്റെ ചോദ്യം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു ശരത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ? കല്യാണം കഴിക്കണില്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ബിസിയായി പോയി, യാത്ര ചെയ്ത് അങ്ങനെ നമുക്ക് പറ്റിയ, എനിക്ക് എന്റെ രീതിയിൽ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരുടെ പ്രയോറിറ്റി അവർക്ക് വേണമെന്ന് പറയുമ്പോഴാണല്ലോ വ്യത്യാസങ്ങൾ വരിക. എന്റെ പ്രയോറിറ്റി അന്നും ഇന്നും എന്നും അമ്മയായിരിക്കും. ആ പ്രയോറിറ്റി സെക്കൻഡ് എടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. കുറെ പേര് ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് ശരത്ത് കല്യാണം കഴിച്ചിട്ടില്ലാത്തോണ്ടാണ് അമ്മയും കൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റുന്നതെന്ന്. അഥവാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത് പറ്റില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് തമാശയായിട്ട്. അറിയില്ലാട്ടാ, ചിലപ്പോ കഴിച്ചവർക്കല്ലേ അറിയുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഈ റീലില്, ഞങ്ങളുടെ ഈ ഈഫൽ ടവറിന്റെ റീലില് ഓൾമോസ്റ്റ് ഒരു 10,000 കമന്റ്സ് വന്നിരുന്നു. അതിലൊരു കമന്റ് മാത്രം ഞാൻ കണ്ടു, അതിന് മാത്രം ഞാൻ പോയി മറുപടി കൊടുത്തു. ഒരെണ്ണം, അതിലൊരു ചേച്ചി എഴുതിയിരിക്കുന്നു, ഇത് കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ്, കഴിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യുവർ റിപ്ലൈ ബിക്കോസ് ഐ ഹാവ് ഇൻ മാരീഡ് യെറ്റ്. അത് കഴിച്ചവർക്കല്ല അങ്ങനെ പറ്റില്ലായിരിക്കും അറിയുള്ളൂ. എനിക്കറിയില്ല, ചിലപ്പോ പറ്റുമായിരിക്കും, ചിലപ്പോ പറ്റില്ലായിരിക്കും. അമ്മയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള? സാധാരണ അമ്മമാരിങ്ങനെ ഭയങ്കര പ്രഷർ കൊടുക്കും മക്കൾക്ക്. എന്താണ് അമ്മയ്ക്ക് വിവാഹ കാര്യത്തിലൊന്നും, മോനോട് വിവാഹ കാര്യത്തിലല്ല ഒരു കാര്യത്തിലും? ദൈവമേ, എനിക്കൊരു, നിങ്ങളിത് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാക്കല്ലേ? ആദ്യമൊക്കെ പറയാറുണ്ട്, പിന്നെ താല്പര്യമില്ല എന്നുള്ള, അത് എപ്പോ ഇഷ്ടം തോന്നുന്നു അപ്പൊ ചെയ്യാം. എന്റെ ഒരു 27 എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിച്ചിരുന്ന ടൈം 26, 27, 28, 30, 31 വരെയൊക്കെ എന്റെ ഫാമിലിയിലും വീട്ടിലെ അച്ഛനും അമ്മയും അമ്മാവന്മാരും ചേച്ചിയൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. കഴിക്കാൻ പറഞ്ഞ് ഭയങ്കര. അപ്പൊ നമുക്കൊരാള് നിറച്ചു ആൾക്കാർ ഇങ്ങനെ പ്രഷർ ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്ന് പിന്നാക്കം പോവുമല്ലോ. പിന്നെ എനിക്ക് മുമ്പേ, ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ടേ അങ്ങനെ കല്യാണം കഴിക്കണം, വേഗം കെട്ടി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്കൈ ഹോളിഡേയ്സിലെ പയ്യുണ്ട് അർജുൻ, അവന്റെ ജീവിതാഭിലാഷം തന്നെ കല്യാണം കഴിക്കണം എന്നാണ്. എന്ന് കല്യാണം കഴിക്കും അങ്ങനെ ആലോചിച്ചാണ് പുള്ളി നടക്കം തന്നെ. എപ്പൊ കല്യാണം കഴിക്കാം, അതാണ്. അപ്പൊ അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് എയിം, നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലാസ്റ്റ് തിങ് ടു ബി സെറ്റിൽഡ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ടു ബി ഗെറ്റ് മാരീഡ്. നമ്മളൊരു റൈറ്റ് പേഴ്സണെ ഗെറ്റ് മാരീഡ് എന്നുള്ളതാണ് ഒരു ഐ ബിലീവ് ഇൻ ലൈക്ക് ദാറ്റ്. നമ്മളൊരു കറക്റ്റ് പേഴ്സണെ, എനിക്ക് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്റെ ഒരു സങ്കല്പത്തിലും ആ പെൺകുട്ടിയുടെ സങ്കല്പത്തിലും ഞാനും കൂടി ശരിയാവണല്ലോ. എന്റെ സ്വഭാവം അത്ര ശരിയല്ല, ഞാൻ ഭയങ്കര മടിയനാ. ഞാൻ വിട്ടു, കല്യാണക്കാരി ഞാൻ വിട്ടു.